അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മരണവീടുകളിൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു ഈണമുണ്ട്, യാസീൻ സൂറത്തിൻ്റെ പാരായണം. പലപ്പോഴും നമ്മളത് ഓതുന്നത് ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ശൈലിയിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക താളത്തിലൊക്കെയായിരിക്കും. പൂങ്കാറ്റ് വീശുന്ന താളത്തിൽ നമ്മൾ യാസീൻ ഓതുമ്പോൾ ആ വരികളുടെ അർത്ഥത്തേക്കാൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ആ ഈണത്തിലേക്കാണ്. ആ ഈണം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇന്നലെ വരെ വലിയ ആരോഗ്യത്തോടെ ആർജവത്തോടെ നടന്ന മനുഷ്യൻ ജീവിതത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർന്ന് യാതൊരുവിധ ചിന്തകളുമില്ലാതെ 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് അവൻ കിടക്കുകയാണ്. വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ചന്ദനത്തിരിയുടെ സുഗന്ധത്തിന് താഴെ അവൻ മരവിച്ച് കിടക്കുമ്പോൾ ചുറ്റും അവൻ്റെ ഭാര്യയും മക്കളും വിതുമ്പുന്നുണ്ടാകും. പ്രിയപ്പെട്ട കൂട്ടുകാരൻ കണ്ണീരണിഞ്ഞ് നിൽക്കുന്നുണ്ടാകും. ആരോടും യാത്ര പറയാതെ, പ്രിയപ്പെട്ടവരോട് ഒരു വാക്കുപോലും മിണ്ടാൻ കഴിയാതെ പോയ ആ മനുഷ്യൻ്റെ അരികിലിരുന്ന് നമ്മൾ ഓതുന്ന വരികൾ യഥാർത്ഥത്തിൽ അവനോടുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ആ നിശബ്ദതയിൽ നമ്മൾ ആ മരിച്ച മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്നോ? മോനെ, നീ ഈ കാണുന്ന സൂര്യനുണ്ടല്ലോ, ലോകത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ കിഴക്കുതിച്ച് പടിഞ്ഞാറസ്തമിക്കുന്ന സൂര്യഗോളം, അതിന് കൃത്യമായ ഒരു ഭ്രമണപഥം നിശ്ചയിച്ച ഒരു റബ്ബുണ്ട്. ഈ സൂര്യൻ തലകുനിക്കുമ്പോൾ പുഞ്ചിരി തൂകി വരുന്ന ചന്ദ്രനുണ്ടല്ലോ, അതിനും കൃത്യമായ ഡ്യൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്നുവരെ സൂര്യൻ ചന്ദ്രനെയോ ചന്ദ്രൻ സൂര്യനെയോ മറികടന്നിട്ടില്ല. രാവും പകലും തെറ്റിയിട്ടില്ല. നൂറ്റാണ്ടുകളായി ഏതെങ്കിലും ഒരു അർദ്ധരാത്രിയിൽ അബദ്ധത്തിൽ ഒരു പകൽ വന്നു ചേർന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഈ ചെറിയ ലോകത്ത് ഒന്ന് നോക്കൂ. ലോകത്തെ ഏറ്റവും വലിയ റെയിൽവേ സംവിധാനമുള്ള നമ്മുടെ നാട്ടിൽ ട്രാക്കുകളിലൂടെ ചീറിപ്പായുന്ന ട്രെയിനുകൾ. എപ്പോഴെങ്കിലും നാവിഗേഷൻ്റെ ഒരു ചെറിയ ബാറൊന്ന് മാറിപ്പോയാൽ അല്ലെങ്കിൽ ഒരു സിഗ്നൽ ഒന്ന് പിഴച്ചാൽ സംഭവിക്കുന്നത് എന്താണ്? പാഞ്ഞുവരുന്ന 2 ട്രെയിനുകൾ മുഖാമുഖമിടിച്ച് മനുഷ്യർ ചിതറിത്തെറിച്ച് അസ്ഥിപഞ്ജരങ്ങളായി മാറുന്ന വലിയ ദുരന്തങ്ങൾ നമ്മൾ കാണാറില്ലേ? ഒരു ചെറിയ ബട്ടൺ മാറിയാൽ, ഒന്ന് ശ്രദ്ധ പാളിയാൽ തകരുന്ന സംവിധാനങ്ങളാണ് മനുഷ്യൻ്റേത്. എന്നാൽ നൂറ്റാണ്ടുകളായി സെക്കൻഡുകൾ പോലും പിഴക്കാതെ രാവും പകലും മാറി മാറി വരുന്ന ഈ പ്രപഞ്ച സംവിധാനത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? ആ റബ്ബിനെക്കുറിച്ചാണ് നമ്മളവിടെ ഓതുന്നത്. ഈ പ്രപഞ്ചത്തെ ഇത്ര കൃത്യമായി സംവിധാനിച്ച പടച്ചവനെ മരണത്തിന് ശേഷം മറ്റൊരു ലോകം, സ്വർഗം, നരകം എന്നിവയൊക്കെ സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് നീ കരുതിയോ? മദ്യപിച്ചവനും നിസ്കരിക്കാത്തവനും തെമ്മാടികൾക്കും മാത്രമല്ല, വിശ്വാസികൾക്കും അവനൊരുക്കിയ ഒരു ലോകമുണ്ട്. മരിച്ചു കിടക്കുന്നവനോട് മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന നമ്മളോടും ആ വരികൾ ചോദിക്കുന്ന ചോദ്യം അതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമുണ്ടാകും, എനിക്കെൻ്റെ റബ്ബിനോടൊന്ന് സംസാരിക്കണം. അതിന് ഒരേയൊരു വഴിയേയുള്ളൂ, നിങ്ങൾ നിസ്കരിക്കുക. അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിൻ. നിസ്കാരം വിശ്വാസിയുടെ മിഅ്റാജാണ്, അള്ളാഹുവിനോടുള്ള അഭിമുഖ സംഭാഷണമാണ്. ഇനി എൻ്റെ റബ്ബ് എന്നോട് സംസാരിക്കുന്നത് എനിക്ക് നേരിട്ട് കേൾക്കണം എന്നാണെങ്കിലോ, അതിനുമൊരു വഴിയുണ്ട്. നിങ്ങൾ വിശുദ്ധ ഖുർആൻ തുറന്ന് പാരായണം ചെയ്യുക. യാ ഇബാദി, എൻ്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് പടച്ചവൻ നമ്മളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ വ്യഭിചരിക്കരുത്, പലിശ വാങ്ങരുത്, മദ്യപിക്കരുത്, അനാഥകളുടെ സ്വത്ത് അപഹരിക്കരുത്, അന്യനെ ബുദ്ധിമുട്ടിക്കരുത്, നല്ലതേ പറയാവൂ, നല്ലത് ചിന്തിക്കാവൂ. ഇത് വെറുമൊരു ഉപദേശമല്ല, വെള്ളം കോരാൻ വരുന്നവന് തൊട്ടികെട്ടുന്നത് പോലെയല്ല ഖുർആൻ. ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും അത് വെളിച്ചം വീശുന്നുണ്ട്. നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് പോലും ഖുർആൻ പറയുന്നുണ്ട്. ഭാര്യമാരോട് പിണങ്ങുമ്പോൾ, അവരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ എങ്ങനെ പെരുമാറണം? അവരുടെ സ്വഭാവത്തിൽ നിങ്ങൾക്കിഷ്ടമില്ലാത്ത വല്ലതുമുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾ ക്ഷമിക്കുക. ചിലപ്പോൾ നാവുകൊണ്ട് മുറിപ്പെടുത്തുന്ന വർത്തമാനം പറഞ്ഞേക്കാം, എന്നാലും ക്ഷമിക്കുക. ആ ക്ഷമയുടെ പിന്നിൽ അള്ളാഹു നിങ്ങൾക്ക് വലിയ നന്മ, വലിയ ഹൈറ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. സ്വന്തം വാപ്പ പോലും പറഞ്ഞു തരാത്തത്ര മനോഹരമായി ജീവിതം പഠിപ്പിച്ചു തരുന്ന ഗ്രന്ഥമാണത്. പക്ഷേ ഇന്ന് നമ്മുടെ ഖുർആനിൻ്റെ സ്ഥാനം എവിടെയാണ്? നമ്മുടെ വീടുകളിലെ അലമാരയുടെ ഏറ്റവും മുകളിലത്തെ തട്ടിൽ ഭംഗിയുള്ള കവറുകളിൽ പൊതിഞ്ഞ് അതിൽ ഒരു നൂലും കെട്ടി ആരും തൊടാതിരിക്കാൻ വേണ്ടി ഭദ്രമായി നമ്മളത് വെച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ആരും തൊടാതിരിക്കാനുള്ള ഗ്രന്ഥമാണോ ഇത്? ലോകത്ത് വിജ്ഞാന വിപ്ലവമുണ്ടാക്കിയ, ശാസ്ത്രലോകത്തിന് വഴികാട്ടിയായ ഗ്രന്ഥമാണിത്. രാഷ്ട്രീയ അസ്ഥിരങ്ങളെ മാറ്റിമറിച്ച, സാമ്പത്തിക ശാസ്ത്രത്തിന് അടിത്തറ പാകിയ, കാട്ടാളന്മാരായിരുന്ന ഒരു ജനതയെ ലോകത്തിൻ്റെ ഭരണാധികാരികളാക്കി മാറ്റിയ അത്ഭുത ഗ്രന്ഥമാണിത്. എന്നിട്ടും നമ്മൾ അഭിമാനത്തോടെ പറയും, ഞാൻ ഖുർആൻ വീട്ടിൽ ഭദ്രമായി വെച്ചിട്ടുണ്ട് എന്ന്. അത് വെക്കാനുള്ളതല്ല, നെഞ്ചിലേറ്റാനുള്ളതാണ്. ഇന്നത്തെ കാലത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ടെൻഷനാണ്. ബിപിയോ ഷുഗറോ ഒന്നുമല്ല, ഉറക്കം വരാത്ത രാത്രികളാണ് പലർക്കും. ഡോക്ടർമാർ മരുന്ന് തരും, പക്ഷേ അത് കഴിച്ചാൽ മാറുമെന്ന് അവർക്ക് പോലും ഉറപ്പില്ല.
എന്നാൽ അള്ളാഹു പറയുന്നു, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്ക് ശമനമാണ് ഖുർആൻ, ഷിഫാ ഉൻ ലിമ ഫിസുദ്ദൂർ. ചരിത്രത്തിലെ ധീരനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മയില്ലേ? പിശാചു പോലും വഴിമാറി നടക്കുമായിരുന്നത്രേ മനക്കരുത്തുള്ള ഉമറിൻ്റെ മുന്നിൽ. ആ ഉമറിന് പോലും ഒരിക്കൽ ഉറക്കം വരാത്ത ടെൻഷൻ നിറഞ്ഞ ഒരു രാത്രിയുണ്ടായി. അന്ന് അദ്ദേഹം തൻ്റെ ആസ്ഥാന ഗായകനെ വിളിച്ച് പാട്ടുപാടാനല്ല ആവശ്യപ്പെട്ടത്. ഹസാൻ, നീ എനിക്ക് അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഒന്ന് ഓതിത്തരുമോ എന്നാണ് ചോദിച്ചത്. അതുപോലെ ആധുനിക ലോകം കണ്ട പ്രശസ്തനായ പോപ്പ് ഗായകൻ ക്യാറ്റ് സ്റ്റീവൻസ്, ആയിരക്കണക്കിന് ആരാധകർക്ക് നടുവിൽ സംഗീതത്തിൻ്റെ ലഹരിയിൽ ആടിത്തിമിർത്ത മനുഷ്യൻ, അവസാനം അസുഖം ബാധിച്ച് ശരീരം മുഴുവൻ വേദന കൊണ്ട് പുളഞ്ഞ് ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് സമാധാനം നൽകിയത് സംഗീതമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അരികിലിരുന്ന് ഒരു സുഡാനി ബാലൻ ഓതിയ അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ എന്ന വരികളാണ്. ആ വരികൾ കേട്ടാണ് അദ്ദേഹം വേദന മറന്നത്, ഇസ്ലാമിൻ്റെ സമാധാനത്തിലേക്ക്, അള്ളാഹുവിലേക്ക് നടന്നു വന്നത്. സംഗീതത്തിലോ ലഹരിയിലോ പണത്തിലോ അല്ല, അള്ളാഹുവിൻ്റെ വചനങ്ങളിലാണ് യഥാർത്ഥ സമാധാനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അലമാരയിൽ പൊതിഞ്ഞു വെക്കാനുള്ളതല്ല ഖുർആൻ, അത് നമ്മുടെ ഹൃദയത്തിലെ അസ്വസ്ഥതകൾക്കുള്ള മരുന്നാണ്. നമ്മുടെ വീടുകളിലെ എല്ലാ പ്രശ്നങ്ങൾക്കും, നമ്മുടെ മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങൾക്കുമുള്ള പരിഹാരം അതിലുണ്ട്. ദിവസവും അല്പസമയമെങ്കിലും ആ വചനങ്ങൾ പാരായണം ചെയ്യാൻ നമുക്ക് കഴിയണം. ഒരു ദിവസം ഒരു സൂറത്തെങ്കിലും ഓതാത്തവരായി നമ്മൾ മാറരുത്. അത് നമ്മുടെ വീടുകളിലും നാളത്തെ ഇരുളടഞ്ഞ ഖബറുകളിലും വെളിച്ചമായി മാറും. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും ഖുർആൻ കൊണ്ട് സമാധാനം കണ്ടെത്തുന്ന അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്കെത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.